ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇഗ്നോയുടെ ഹോൾ ടിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് പറയാൻ പോകുന്നത്. സോ ഇന്നലെ 2024 മെയ് 14 ജൂണിൽ നടക്കുന്ന ടേം ആൻഡ് എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റ് ഇഗ്നോയുടെ സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാ ഇഗ്നോ സ്റ്റുഡൻസും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ ഹോൾ ടിക്കറ്റ് വന്ന മുതൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഹോൾ ടിക്കറ്റിൽ ഫോട്ടോ കണ്ടിട്ടില്ല, അപ്പോൾ ഫോട്ടോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ എനിക്കിപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് എൻറോൾമെന്റ് നമ്പർ നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എക്സാം സെന്റർ ആണെങ്കിലോ ഞാൻ കൊടുത്ത സെന്റർ അല്ല കിട്ടിയിട്ടുള്ളത്, വളരെ ദൂരെയുള്ള സെന്റർ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമുക്ക് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ഉള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസിനും ഉള്ള ആൻസർ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ള എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, ഇനി പറ്റുമെങ്കിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഹോൾ ടിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പറഞ്ഞ സംശയങ്ങളൊക്കെ ഉള്ള സ്റ്റുഡൻസ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, എങ്കിൽ മാത്രമേ എല്ലാ ഡൗട്ടും ക്ലിയർ ആവത്തുള്ളൂ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹോൾ ടിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയില്ല എങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് igno.ac.in എന്ന് എഴുതിയിട്ട് ഹോൾ ടിക്കറ്റ് 2024 എന്നെന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇഗ്നോയുടെ ആ ഒരു ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നമ്മളുടെ മെയിൻ ഗ്രൂപ്പ് വഴിയും ടെലിഗ്രാം വഴിയൊക്കെ നമ്മൾ ഓൾറെഡി ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ആ ഒരു വിൻഡോ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും പ്രോഗ്രാം കോഡും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. സോ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓൾസോ നിങ്ങളുടെ പ്രോഗ്രാം കോഡും ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രോഗ്രാം കോഡ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇന്നലെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കോഡ് കാണാനില്ല, എൻ്റെ കോഡ് ടൂറിസം സ്റ്റഡീസ് ആണ് അതിൻ്റെ കോഡ് കാണാനില്ല, എൻ്റെ BA ഇംഗ്ലീഷ് ആണ് അതിൻ്റെ കോഡ് കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും വരില്ല. ഇഗ്നോയിലുള്ള എല്ലാ പ്രോഗ്രാംസിൻ്റെയും കോഡ് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ വെപ്രാളപ്പെട്ട് നോക്കാതെ പതിയെ സാവധാനം നോക്കിയാൽ നിങ്ങളുടെ കോഡ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ പ്രോഗ്രാം കോഡും എൻറോൾമെന്റ് നമ്പറും ഒക്കെ നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത സമയത്ത് കിട്ടിയ ID കാർഡിലും മെയിലിലൊക്കെ ഉണ്ടാവും. സോ അറിഞ്ഞുകൂടാത്തവർ അത് പോയി ചെക്ക് ചെയ്യുക കേട്ടോ. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുത്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ആയി കിട്ടുന്നതാണ്. ഡൗൺലോഡ് ആയല്ല, നിങ്ങളുടെ ആ ഒരു ഹോൾ ടിക്കറ്റ് അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ ഇനി ഈ ഒരു ഹോൾ ടിക്കറ്റ് നമ്മൾ പ്രിന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ പ്രിന്റ് എടുക്കുന്നതിന് മുൻപ് ഇവിടെ ഹിന്ദി ഇംഗ്ലീഷ് എന്നുള്ള ഒരു ഭാഷയൊക്കെ വെബ്സൈറ്റിന് മുകളിൽ ഉണ്ടാവും. സോ അതിൽ ഇംഗ്ലീഷ് ഭാഷ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇംഗ്ലീഷിലുള്ള കംപ്ലീറ്റ് ഡിജിറ്റ് ടൈപ്പ് ചെയ്ത ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഹിന്ദി നമുക്ക് ആവശ്യമില്ലല്ലോ. സോ ആ ഒരു ഹോൾ ടിക്കറ്റ് ഇനി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹോൾ ടിക്കറ്റ് കിട്ടി കഴിഞ്ഞ് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ അവിടെ പ്രിന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. സോ എല്ലാ കുട്ടികൾക്കും മേ ബി അവരുടെ ഫോൺ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അങ്ങനെയുള്ള സ്റ്റുഡൻസ് ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ തന്നെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചിട്ട് മാത്രം കാര്യമില്ല, അത് നമ്മൾ പ്രിന്റ് എടുക്കണം. പ്രിന്റ് എടുത്താൽ മാത്രമേ നമുക്കത് എക്സാമിന് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. സോ ഞാൻ ഇനി ഒരു ഡെമോ ആയിട്ടുള്ള ഒരു ഹോൾ ടിക്കറ്റ് കാണിച്ചു തരാം. സോ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് എൻറോൾമെന്റ് നമ്പർ നോട്ട് ഫൗണ്ട് എന്നൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും അതിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. സോ ഈ ഒരു വീക്കിനുള്ളിൽ തന്നെ ഹോൾ ടിക്കറ്റ് കിട്ടാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ട് ഹോൾ ടിക്കറ്റ് കിട്ടാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വീക്ക് തന്നെ ഈ ഒരു സൈറ്റിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡെമോ ഹോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് 5-6 പേജസ് കാണുന്നുണ്ട് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്. സോ ഇത്രയും പേജസിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ആദ്യത്തെ 1-2 പേജസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പൊ ഞാൻ ഈ എടുത്തിട്ടുള്ള ഹോൾ ടിക്കറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ആദ്യത്തെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്? നമ്മുടെ സ്റ്റുഡന്റ് ഡീറ്റെയിൽ, പ്രോഗ്രാം കോഡ്, എൻറോൾമെന്റ് നമ്പർ, പിന്നെ എന്നൊക്കെയാണ് നമ്മുടെ എക്സാം നടക്കുന്നതെന്നുള്ള കറക്റ്റ് ഒരു ടൈം ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ എക്സാം ടൈം ടേബിൾ ഒക്കെ അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അവിടെ എന്നാണ് എക്സാം നടക്കുന്നതെന്നും എപ്പോഴാണ് നടക്കുന്നതെന്നും ഏത് എക്സാമിനേഷൻ സെന്ററിൽ വെച്ചാണ് നടക്കുന്നതെന്നും നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെ നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്തിനി വന്ന ചോദ്യമാണ്, സ്റ്റുഡന്റിന്റെ ഫോട്ടോ ഇവിടെ ഇല്ല. കാരണം ഫോട്ടോഗ്രാഫ് എന്നുള്ള ഈ ഒരു പോർഷനിൽ ഒരു ഫോട്ടോ ഇല്ല, ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കുവാണെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് ആ ഒരു ഫോട്ടോ ഇവിടെ ഇങ്ങനെ പതിയെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് എന്താണ്, വൃത്തിക്ക് നല്ല ഗമ്മിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. വേറെ ഒന്നിൻ്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല. സോ ഫോട്ടോ ഇല്ല എന്ന് ഓർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചു കൊടുത്താൽ മതി. അടുത്താണ് ഏറ്റവും
കൂടുതൽ പേര് ചോദിച്ച ചോദ്യം എന്താണ്, എക്സാമിനേഷൻ സെന്റർ എങ്ങനെ മാറ്റുവാനായിട്ട് സാധിക്കുമെന്ന്. അപ്പോൾ നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്ത സമയത്ത്, കഴിഞ്ഞ മാസമാണ് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ഒക്കെ നടന്നത്, രജിസ്റ്റർ ചെയ്ത സമയത്ത് നമുക്ക് വേണ്ട എക്സാമിനേഷൻ സെന്റർ ഒക്കെ എല്ലാവരും സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചിലർക്ക് അവർ പ്രതീക്ഷിച്ച സെന്ററിൽ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത സെന്ററൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇക്കഴിഞ്ഞ രജിസ്ട്രേഷനൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാ സെന്റേഴ്സും ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു എക്സാം സെന്റർ കൊടുക്കുന്നുണ്ട്. അതിലവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊരു ടെന്റേറ്റീവ് എക്സാം സെന്റർ ആണെന്ന്. ഈ ഒരു ടെന്റേറ്റീവ് എക്സാം സെന്റർ എന്ന് പറയുമ്പോൾ അതൊരു താൽക്കാലികമായിട്ടുള്ള എക്സാം സെന്റർ എന്നാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന എക്സാം സെന്റർ നമുക്ക് കിട്ടാനുള്ള ചാൻസ് പൂർണ്ണമായിട്ടില്ല. എങ്കിലും നമ്മൾ രജിസ്ട്രേഷൻ ടൈമിൽ കൊടുക്കുന്ന സെന്റർ കിട്ടാനാണ് ഒരു 95% ചാൻസും. എങ്കിലും ഒരു 5% സ്റ്റുഡൻസിന് ആ ഒരു സെന്റർ കിട്ടത്തില്ല. മേ ബി പലർക്കും നിങ്ങൾ ആഗ്രഹിച്ച എക്സാം സെന്റർ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എങ്ങനെയാണ് നമുക്ക് എക്സാമിനേഷൻ സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇഗ്നോയിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇഗ്നോ പറയുന്നുണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽ ഒന്നും മാറ്റാൻ പറ്റില്ല, എക്സാം സെന്റർ ഒന്നും മാറ്റാൻ പറ്റില്ല. ഇഗ്നോ പറയുന്നതാണ് ലാസ്റ്റ് വാക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് എക്സാം സെന്റർ ചേഞ്ച് ചെയ്ത് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ റീജിയണൽ സെന്റർ എവിടെയാണോ ആ ഒരു റീജിയണൽ സെന്ററിലേക്കാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത്. അപ്പോൾ എന്താണ് മെയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഈ സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ എൻറോൾമെൻറ്റ് നമ്പർ ഇതാണ്, എൻ്റെ കോഡ് ഇതാണ്. അപ്പോൾ എനിക്കിപ്പോൾ നിലവിൽ എക്സാം സെന്റർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു എക്സാം സെന്റർ ആണ്. എക്സാമ്പിൾ ഇപ്പോൾ SH ദേവരാണെങ്കിൽ അതാണ്. എന്നിട്ട് കറക്റ്റായിട്ട് സെന്ററിൻ്റെ കോഡൊക്കെ അറ്റാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ പക്ഷേ SH ദേവര എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, അല്ലെങ്കിൽ എനിക്ക് പോയി എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ് ആ ഒരു കോളേജിൽ. സോ എൻ്റെ വീടിനടുത്തുള്ള കേരള വർമ്മ കോളേജിലോട്ട് സെന്റർ മാറ്റി കിട്ടണം എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു മെയിൽ അയക്കാവുന്നതാണ്. സോ ഈ ഒരു മെയിൽ അയക്കുന്നതിലൂടെ എല്ലാ കുട്ടികൾക്കും ചേഞ്ച് ആയി കിട്ടും എന്ന് ഞാൻ കൺഫർമേഷൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു 100 കുട്ടികൾ മെയിൽ അയച്ചാൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഏത് സെന്ററിലാണോ നിങ്ങൾ സീറ്റ് വേണം എന്ന് പറയുന്നത് ആ സെന്ററിൽ സീറ്റ് വരുവാണെങ്കിൽ മാത്രം സെന്റർ നിങ്ങൾക്ക് ചേഞ്ച് ആയി കിട്ടുന്നതാണ്. സോ എങ്ങനെയാണ് മെയിൽ അയക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഈ ഒരു 2 അഡ്രസ്സിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ റീജിയണൽ സെന്ററിൻ്റെ മെയിൽ ID ആണ്. ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ട്രിവാൻഡ്രം RCയുടെ മെയിലാണ്, അതായത് rctrivandrum@gmail.com. ഇനി വടകര RCയിൽ വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ rcvadagara@gmail.com എന്നായിരിക്കും മെയിൽ വരുന്നത്. കൊച്ചിൻ RC ആണെങ്കിൽ rccochin@gmail.com ഇങ്ങനെയായിരിക്കും മെയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ ഏതാണോ അതിൻ്റെ മെയിൽ ID നിങ്ങൾ 2 അഡ്രസ്സിൽ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള മെയിൽ IDയിൽ നിന്ന് വേണം നിങ്ങൾ ഈ ഒരു മെയിൽ അയക്കാനായിട്ട്. സോ മെയിൽ അയക്കുന്ന സമയത്ത് സബ്ജക്റ്റിലായാലും പ്ലീസ് ചേഞ്ച് മൈ എക്സാമിനേഷൻ സെൻറ്റർ എന്ന് കൊടുക്കുക. എന്നിട്ട് എന്താണോ ഫോർമാറ്റ് വേണ്ടതെന്ന് ഞാനൊരു ഡെമോ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹായ് ഐ ആം കൊടുത്ത് യുവർ നെയിം നിങ്ങളുടെ നെയിം അവിടെ എഴുതുക. ഇവിടെ ഇതിലുള്ള പോലെ യുവർ നെയിം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതുക. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഹായ് യുവർ നെയിം യു ഹു സ്റ്റഡിങ് അറ്റ് ഇഗ്നോ യൂണിവേഴ്സിറ്റി വിത്ത് എൻറോൾമെൻറ്റ് നമ്പർ. എന്നിട്ട് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക. ഫോർ ദ കോഴ്സ് നിങ്ങളുടെ പ്രോഗ്രാം കോഡ് കൊടുക്കുക. വെൻ ഐ ഹാവ് രജിസ്റ്റേർഡ് ഫോർ ദ എക്സാമിനേഷൻ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി കണ്ടക്റ്റഡ് ഓൺ ദിസ് ജൂൺ 2024. പക്ഷേ എനിക്ക് അവിടെ രജിസ്റ്റർ ആയിട്ട് കിട്ടിയ ഹോൾ ടിക്കറ്റിൽ വന്ന സെൻറ്റർ എനിക്ക് കിട്ടിയത് SM കോളേജ് കൊല്ലമാണ്. പക്ഷേ എനിക്കത് വേണ്ട, അതിന് പകരമായിട്ട് മാർവാനീസ് സെൻറ്റർ എനിക്ക് വേണമെന്നാണ് ഞാനിവിടെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ഞാൻ റിക്വസ്റ്റിൽ റീസൺ പറഞ്ഞിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് 75 കിലോമീറ്ററോളം മാറിയാണ് SM കോളേജ് കൊല്ലമെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റീസൺ എന്താണോ അത് നിങ്ങൾ ഇവിടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലൊരു റീസൺ അങ്ങ് കൊടുത്താൽ മതി. കറക്റ്റ് ദൂരമാണ് എന്ന് പറഞ്ഞൊരു 100 കിലോമീറ്ററോ 150 കിലോമീറ്റർ മാറിയുള്ള എക്സാമിനേഷൻ സെൻ്ററാണ് കിട്ടിയതെന്ന് പറഞ്ഞ് ഒരു റീസൺ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് SM കോളേജ് കൊല്ലമാണ്. അവിടെ നിന്ന് എനിക്ക് തിരുവനന്തപുരത്തുള്ള മാർവാനീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എന്ന സെൻറ്ററിലോട്ട് സീറ്റ് ചേഞ്ച് ആയി കിട്ടണമെന്നാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സെൻറ്റർ ഏതാണോ അതിൻ്റെ കോഡും സെൻറ്ററിൻ്റെ ഫുൾ നെയിം ഇപ്പോൾ കറക്റ്റായിട്ട് എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ കോഡൊക്കെ ബ്രാക്കറ്റിൽ കൊടുക്കുക കേട്ടോ. എങ്കിലും മാത്രമേ ചേഞ്ച് ആയി കിട്ടുള്ളൂ. ഇങ്ങനെ നിങ്ങളൊരു മെയിൽ അയക്കുക. ഇങ്ങനെ മെയിൽ അയച്ചു എന്ന് പറഞ്ഞ് സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ മാറ്റി കിട്ടില്ല. ഇനി നടക്കാൻ പോകുന്ന പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഞാൻ ഇവർക്കൊരു മെയിൽ അയച്ചു, RC ട്രിവാൻഡ്രത്തിന് അയച്ചു. RC ട്രിവാൻഡ്രത്തിന് അയക്കുന്ന ടൈമിൽ ഇതേ ദിവസം തന്നെ അല്ലെങ്കിൽ ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഒരു 10-15 സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു 10-20ഓളം സ്റ്റുഡൻസ് ഇതേ റിക്വസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് RCക്ക് മെയിൽ അയച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഡെയിലി ഈ ഒരു സെൻറ്റർ മാറ്റി കിട്ടണം എന്ന് പറഞ്ഞ് മെയിൽ അയക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു റീജിയണൽ സെൻറ്റർ എന്ത് ചെയ്യും, ഈ റിക്വസ്റ്റ് കൊടുക്കുന്ന കുട്ടികളെല്ലാം ഓരോന്നായിട്ട് ഒരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ എനിക്ക് മാർവാനീസ് ആണല്ലോ വേണ്ടത്. അപ്പോൾ മാർവാനീസിൽ സീറ്റ് ഒഴിവ് വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും കുട്ടികൾ ചേഞ്ച് ആയി പോകുമ്പോൾ അവിടെ ഒരു സീറ്റ് വരുമല്ലോ, അതിനനുസരിച്ച് എന്നെ ആ ഒരു സെൻറ്ററിലോട്ട് ആഡ് ചെയ്ത് കിട്ടുന്നതാണ്.
അപ്പോൾ സീറ്റ് വന്നാൽ മാത്രമേ മാർവാനിസിന് സീറ്റ് വന്നാൽ മാത്രമേ SN കോളേജിൽ കിട്ടിയ എനിക്ക് മാർവാനിസിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെയാണ് വരുന്നത്. ഇൻ കേസ് മാർവാനിസിലെ എക്സാമിന് മുൻപ് സീറ്റ് ഒഴിവ് വന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കൊല്ലത്ത് തന്നെ പോയി എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി ഇൻ കേസ് ഇപ്പോൾ എനിക്ക് മാർവാനിസിൽ സീറ്റ് ഒഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ കിട്ടി, മാർവാനിസിൽ എക്സാമിനേഷൻ സെന്റർ ആയിട്ട് കിട്ടി. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ RC നമുക്ക് ഇങ്ങോട്ടൊരു മെയിൽ ഇടും. ഓക്കെ, കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ പറഞ്ഞ സെന്ററിലോട്ട് മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ഹോൾ ടിക്കറ്റ് PDF ആയിട്ട് മെയിലിലൂടെ തന്നെ റീജിയണൽ സെന്റർ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഇപ്പോൾ കൊല്ലത്ത് കിട്ടിയ എനിക്ക് ട്രിവാൻഡ്രത്തുള്ള മാർവാനിസിലാണ് സെന്റർ വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് മെയിൽ അയച്ചു. അത് കഴിഞ്ഞ് എനിക്ക് മാർക്ക് കിട്ടിയ സമയത്ത് പുതിയ ഹോൾ ടിക്കറ്റ്, മാർവാനിസ് എന്ന പേര് വെച്ചുള്ള പുതിയ ഹോൾ ടിക്കറ്റ് PDF ആയിട്ട് എനിക്ക് ട്രിവാൻഡ്രം RC അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സാമിനേഷന് മുൻപേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിപ്ലൈ മെയിൽ റീജിയണൽ സെന്ററിൽ നിന്ന് കിട്ടിയിട്ടില്ല, പുതിയ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഹോൾ ടിക്കറ്റ്, ഓൾറെഡി സൈറ്റിൽ നിന്ന് ഒരു ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ഹോൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമിനേഷൻ സെന്ററിൽ തന്നെ നിങ്ങൾ പോയി എഴുതേണ്ടി വരും. പുതിയ ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് വരെ സ്റ്റിൽ നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ സൈറ്റിലുള്ള ആ ഒരു സെന്റർ ആണ് കേട്ടോ. അപ്പോൾ എക്സാമിനേഷൻ സെന്റർ മാറ്റി കിട്ടേണ്ട കുട്ടികൾ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങളുടെ റീജിയണൽ സെന്ററിന് മെയിൽ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, ഇത് വളരെ കുറച്ച് സാധ്യത മാത്രമേ ഉള്ളൂ മാർക്ക് കിട്ടാനായിട്ട്. സോ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ സീറ്റ് കിട്ടുവാണെങ്കിൽ, സീറ്റ് ഒഴിയുവാണെങ്കിൽ പുതിയ സെന്ററിലോട്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ അടുത്തുള്ള സെന്ററിൽ തന്നെ പോയി എഴുതാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉണ്ടായിരുന്നത്. എല്ലാം വ്യക്തമായെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് നീട്ടി വലിച്ചു പറഞ്ഞു എന്നാണ് തോന്നുന്നത്, സോറി. അതൊന്ന് വീഡിയോ സ്പീഡ് ഇട്ട് കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫോർമാറ്റ്, വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് എന്തെങ്കിലും ചെയ്ത് ഇമേജ് ടു ടെക്സ്റ്റ് റൈറ്ററൊക്കെ ചെയ്ത് ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.